ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാന്റെ പക്കലുണ്ടായിരുന്ന ആ 11 ടൺ യുറേനിയം എവിടെ പോയി? 2 മാസങ്ങൾക്ക് മുൻപ് ഇസ്ഫഹാനിലെ കുന്നിൻ ചെരുവുകളിൽ അമേരിക്കൻ മിസൈലുകൾ വന്ന് പതിച്ചപ്പോൾ ഇറാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് അവിടെ അന്ത്യമാകുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ പുകയടങ്ങിയപ്പോൾ ഉപഗ്രഹങ്ങൾക്കും രാജ്യാന്തര ഏജൻസികൾക്കും പിടികൊടുക്കാത്ത പുതിയൊരു ആണവ നിഗൂഢത അവിടെ ആരംഭിക്കുകയായിരുന്നു. ഏകദേശം 22,000 പൗണ്ട് ഭാരം വരുന്ന ഇറാന്റെ വമ്പൻ യുറേനിയം ശേഖരം ഇന്ന് എവിടെയാണെന്ന കാര്യത്തിൽ ലോകശക്തികൾക്ക് പോലും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഈ യുറേനിയത്തിന് എന്ത് സംഭവിച്ചു എന്നതിൽ 3 സാധ്യതകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമതായി, മിസൈൽ ആക്രമണത്തിൽ ടണലുകൾ തകർന്ന് ഈ ശേഖരം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാകാം. രണ്ടാമതായി, ആക്രമണത്തിന് തൊട്ടു മുൻപോ അതിനിടയിലോ ഇറാൻ ഈ ശേഖരം മറ്റു രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം. മൂന്നാമത്തെ സാധ്യതയാണ് ഏറ്റവും അപകടകരം. ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഇസ്ഫഹാനിലെ മലനിരകൾക്കുള്ളിലെ അതീവ രഹസ്യമായിട്ടുള്ള ഭൂഗർഭ ലാബുകളിൽ ഇറാൻ ഈ യുറേനിയം ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്നതാണ് നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. യുറേനിയം എന്നത് ഒരു ഡ്യുവൽ യൂസ് അഥവാ ഇരട്ട ഉപയോഗമുള്ള ഒരു പദാർത്ഥമാണ്. കുറഞ്ഞ അളവിൽ ശുദ്ധീകരിച്ചാൽ ആണവ നിലയങ്ങളിൽ ഇന്ധനമാക്കാൻ ഇത് ഉപയോഗിക്കാം. എന്നാൽ ശുദ്ധീകരണം 90% മുകളിലെത്തിയാൽ അതൊരു വിനാശകാരിയായിട്ടുള്ള ആണവായുധമായി മാറും. സാധാരണ യുറേനിയം 20% ശുദ്ധീകരിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയവും അധ്വാനം വേണ്ടി വരുന്നത്. എന്നാൽ അവിടെ നിന്ന് ബോംബ് നിർമ്മിക്കാൻ വേണ്ട 90% എത്തുക എന്നത് വളരെ എളുപ്പമാണ്. അതായത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ ദൂരത്തിന്റെ 80% ഇറാൻ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. 2010 ഇറാൻ 20% ശുദ്ധീകരണത്തിലേക്ക് കടന്നതോടെയാണ് മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു ആണവ കരാർ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇതോടെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി അതിവേഗം പുനരാരംഭിച്ചു. 2025 ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇറാൻ ശുദ്ധീകരണ പ്രക്രിയ ആയുധമുണ്ടാക്കാൻ ആവശ്യമായ നിലവാരത്തിൽ തൊട്ടടുത്തുള്ള 60% വരെ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള നടാൻസ്, ഫോർഡോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക ശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയത്. ഇതോടെ രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള എല്ലാ സഹകരണവും ഇറാൻ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനുള്ള ലോകത്തിന്റെ ഏക ജാലകമാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. ഇറാൻ ഈ യുറേനിയം തിരികെ കൈക്കലാക്കിയാലും ഒരു ആണവ യുദ്ധമുന നിർമ്മിക്കാൻ മാസങ്ങളോ ഒരു വർഷമോ എടുത്തേക്കാം. എന്നാൽ രാജ്യാന്തര മേൽനോട്ടമില്ലാത്ത ഈ അവസ്ഥയിൽ അവർ രഹസ്യമായി 90% ശുദ്ധീകരണം പൂർത്തിയാക്കിയാൽ അത് തടയാൻ ലോകത്തിന് കഴിയില്ല. ഇറാന്റെ പക്കൽ ഇപ്പോഴും ആയുധ നിർമ്മാണത്തിനുള്ള വൈദഗ്ധ്യം അവശേഷിക്കുന്നുണ്ടെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ് വരും നാളുകളിലും ലോക സമാധാനത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു സൃഷ്ടിമരണം.